ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇഡി നടപടികൾ വേഗത്തിലാക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ഇന്ന് ഇഡിക്ക് കൈമാറും. സാക്ഷിമൊഴികളുടെ വിശദാംശങ്ങളും നൽകും. ഇഡി ഉദ്യോഗസ്ഥർ നാളെ SIT ഓഫീസിലെത്തി ആവശ്യമുള്ള രേഖകൾ സ്വീകരിക്കും. ഈ മൊഴിപ്പകർപ്പുകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇഡിയുടെ തുടർ നടപടി. ശബരിമല സ്വർണ്ണ കവർച്ചയിലാണ് ഇഡി നടപടികൾ വേഗത്തിലാക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിപ്പകർപ്പുകളൊക്കെ ഇന്നാണ് ഇഡിക്ക് കൈമാറുക. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇടക്കാല കുറ്റപത്രമൊക്കെ നടത്താനും പ്രത്യേക അന്വേഷണ സംഘമൊക്കെ ഒരു ഭാഗത്ത് തയ്യാറാവുകയാണ്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ മറ്റുള്ളവർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തൊക്കെയാണ് ഇടക്കാല കുറ്റപത്രം നൽകാനൊക്കെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇഡി നടപടികൾ വേഗത്തിലാക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിപ്പകർപ്പുകളൊക്കെ ഇന്ന് ഇഡിക്ക് കൈമാറും. സാക്ഷിമൊഴികളുടെ വിശദാംശങ്ങളും നൽകും. ഇഡി ഉദ്യോഗസ്ഥൻ നാളെ SIT ഓഫീസിലെത്തി ആവശ്യമുള്ള രേഖകളും സ്വീകരിക്കും. ഈ മൊഴിപ്പകർപ്പുകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇഡിയുടെ തുടർ നടപടി. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ചയിലെ ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായി ശാസ്ത്രജ്ഞന്മാരുടെ മൊഴിയെടുക്കാനും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. സന്നിധാനത്തു നിന്നും ശേഖരിച്ച സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ VSSയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴികളൊക്കെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്താനും ഒരു ഭാഗത്ത് തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്ന ഇഡിയും പ്രതികളുടെ മൊഴിയെടുപ്പും ഉടൻ തന്നെ ആരംഭിക്കും. കേസിലെ രണ്ടാം പ്രതി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിൻ്റെയൊക്കെ മൊഴിയെടുക്കുന്നതിനായി മുരാരി ബാബുവിന് ഈ ആഴ്ച തന്നെ നോട്ടീസ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരിക്കും നോട്ടീസ് നൽകുക. ഈ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇഡി നടപടികൾ വേഗത്തിലാക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ഇന്നാണ് ഇഡിക്ക് കൈമാറുക. സാക്ഷിമൊഴികളുടെ വിശദാംശങ്ങളും ഒക്കെ നൽകും. ഇഡി ഉദ്യോഗസ്ഥർ നാളെ SIT ഓഫീസിലെത്തി ആവശ്യമുള്ള രേഖകൾ സ്വീകരിക്കും. SITയും ഇഡിയും ഒരേ രീതിയിൽ തന്നെ ശബരിമലയിലെ പ്രതികളെ സ്വർണ്ണക്കവർച്ച നടത്തിയ പ്രതികളെ പൂട്ടാൻ തന്നെ തയ്യാറായിരിക്കുകയാണ്. ഈ മൊഴിപ്പകർപ്പുകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇഡി ഇനി തുടർ നടപടി സ്വീകരിക്കുക.